ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എജ്യൂപോർട്ട്. മക്കളെ, നമ്മൾ പബ്ലിക് എക്സാമിന് വേണ്ടി, ബോർഡ് എക്സാമിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ടെൻഷൻ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു ടെൻഷൻ്റെയും ആവശ്യമില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കെമിസ്ട്രിയെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനുള്ള സമയം നമ്മുടെ മുന്നിലുണ്ട്. ആ സമയം നമ്മൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട മക്കളെ, നമുക്ക് കെമിസ്ട്രിയിൽ ഫുൾ മാർക്കിലേക്ക് A+ലേക്ക് എത്താൻ കഴിയും. അതുകൊണ്ട് ഒരു ടെൻഷനും നിങ്ങൾ മനസ്സിൽ കീപ്പ് ചെയ്യരുത്. കാരണം ടെൻഷൻ എല്ലാം ഒഴിവാക്കിയിട്ട് ഇനിയുള്ള സമയം എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. ഏതെങ്കിലും ചെറിയ ടോപ്പിക്കുകൾ മിസ്സായിട്ടുണ്ടെങ്കിൽ അത് പഠിക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുക. ഓക്കെ, അതാണ് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാ ചാപ്റ്റേഴ്സിലെയും ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയുക, 40 മാർക്കിലേക്ക് എത്താൻ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻ്റെ മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. നെയ്മഡ് റിയാക്ഷൻസിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് കാര്യം, കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് കാര്യം ഞാനിവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ടെൻഷനും ഇല്ലാതെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഒരു ചിരിച്ച മുഖവുമായിട്ട് നമുക്ക് എക്സാമിനെ നേരിടാം. ഓക്കെ, യെസ്, നമ്മുടെ ചാപ്റ്റർ ബയോമോളിക്യൂൾസ് ആണ്. നമ്മൾ ബയോമോളിക്യൂൾസിൽ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് മക്കളെ നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഓക്കെ അല്ലടാ? യാ, നോക്കടാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബയോമോളിക്യൂൾസ് ആർ ഫോംഡ് ബൈ സർട്ടൈൻ സ്പെസിഫിക് ലിങ്കേജസ് ബിറ്റ്വീൻ സിമ്പിൾ മോണോമറിക് യൂണിറ്റ്സ്. ഞാൻ കൂടുതൽ പറയുന്നില്ല, ചോദ്യം ഇതാണ്. സ്റ്റാർച്ചിലുള്ള മൊണോമർ ഉണ്ടല്ലോ, ആ മൊണോമറുകളെ കണക്ട് ചെയ്യുന്ന ലിങ്കേജ് ഏതാ? പ്രോട്ടീൻസ് ആണെങ്കിൽ അവിടെയുള്ള മൊണോമർ അമിനോ ആസിഡ് ആണല്ലോ, അവരെ കണക്ട് ചെയ്യുന്ന ലിങ്കേജ് ഏതാ? ന്യൂക്ലിക് ആസിഡിൽ ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം കണക്ട് ചെയ്യുന്ന ലിങ്കേജ് ഏതാ? അത് നമ്മൾ അറിഞ്ഞിരിക്കണം മക്കളെ. സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റിലുള്ള മൊണോമേഴ്സിനെ കണക്ട് ചെയ്യുന്ന ലിങ്കേജിനെ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്നാ പറയുക. അറിയാത്തവർ എഴുതി വെക്കണം, ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഇനി മക്കളെ, പ്രോട്ടീൻസിൽ അമിനോ ആസിഡുകൾ പരസ്പരം കണക്ട് ചെയ്യുന്ന ലിങ്കേജ് ഏതാ? അത് പെപ്റ്റൈഡ് ബോണ്ടാണ്. CONH ബോണ്ടിനെയാണ് നമ്മൾ പെപ്റ്റൈഡ് ബോണ്ട്, പെപ്റ്റൈഡ് ലിങ്കേജ് എന്ന് പറയുന്നത്. നോട്ട് ചെയ്യണം, ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം കണക്ട് ചെയ്യുന്ന ലിങ്കേജസിന് നമ്മൾ ഫോസ്ഫോഡൈഎസ്റ്റർ ലിങ്കേജ് എന്നാ പറയുക. ഇത് മൂന്നും അറിയണം. ഒറ്റ ക്വസ്റ്റ്യനിൽ ഇത് മൂന്നും ചോദിക്കാറുണ്ട്. സെപ്പറേറ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് വരാറുണ്ട്. എങ്ങനെ ചോദിച്ചാലും മക്കളെ നമുക്കിത് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റണം കേട്ടോ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ പോളിസാക്കറൈഡ്സ് ഗിവ് ടു എക്സാമ്പിൾ. നമ്മൾ കാർബോഹൈഡ്രേറ്റിനെ ഹൈഡ്രോളിസിന്റെ ബേസിസിൽ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ പഠിക്കേണ്ടതാ. ഒരു കാർബോഹൈഡ്രേറ്റ് എടുത്ത് അതിനെ ഹൈഡ്രോളൈസ് ചെയ്യുക, വാട്ടറുമായി ട്രീറ്റ് ചെയ്യുക. അപ്പം എത്ര മോണോസാക്കറൈഡ് യൂണിറ്റുകളാണ് നമുക്ക് കിട്ടുന്നത് എന്നതിൻ്റെ ബേസിസിൽ നമ്മൾ ഇതിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് മക്കളെ. അതിൽ ആദ്യത്തെ ആളെ പറയുന്ന പേര് മോണോസാക്കറൈഡ് എന്നാണ്. ആദ്യത്തെ ആളെ പറയുന്ന പേര് മോണോസാക്കറൈഡ് എന്നാണ് മക്കളെ. രണ്ടാമത്തെ ആളെ പറയുന്ന പേര് ഒലിഗോസാക്കറൈഡ് എന്നാണ്. അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. പക്ഷെ ഇതൊക്കെ അറിയേണ്ടതാണ്. മൂന്നാമത്തത് പോളിസാക്കറൈഡ് ആണ്. എന്താണ് മക്കളെ? പോളിസാക്കറൈഡ് ആണ്. കാർബോഹൈഡ്രേറ്റുകളെ ഹൈഡ്രോളിസിന്റെ ബേസിസിൽ മോണോസാക്കറൈഡ്, ഒലിഗോസാക്കറൈഡ്, പോളിസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ 3ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്താണ് മോണോസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ? അത് സിംപ്ലസ്റ്റ് കാർബോഹൈഡ്രേറ്റ് ആണ്. അറിയണേ മക്കളെ, അത് സിംപ്ലസ്റ്റ് കാർബോഹൈഡ്രേറ്റ് ആണ്. അതിനെ ഫർദറായിട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ എക്സാമ്പിളാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഫ്രക്ടോസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് റൈബോസ് എന്ന് പറയുന്നത്. അങ്ങനെ കുറേ മോണോസാക്കറൈഡുകൾ ഉണ്ട്. എന്നാൽ ഒരു കാർബോഹൈഡ്രേറ്റിനെ നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്യുന്ന സമയത്ത് മക്കളെ നമുക്ക് 2 മുതൽ 10
വരെ മൊണോസാക്കറൈഡ് യൂണിറ്റുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഒലിഗോസാക്കറൈഡ് എന്ന് വിളിക്കുക. 2 ആണെങ്കിൽ ഡൈസാക്കറൈഡ്, 3 ട്രൈസാക്കറൈഡ്, 4 3 ആണെങ്കിൽ ട്രൈസാക്കറൈഡ്, 4 ആണെങ്കിൽ ടെട്രാസാക്കറൈഡ്. അങ്ങനെ ഫർദർ ആയിട്ട് നമുക്ക് ഒലിഗോസാക്കറൈഡുകളെ ക്ലാസിഫൈ ചെയ്യാൻ കഴിയും. അതിൻ്റെ എക്സാമ്പിൾ ഡൈസാക്കറൈഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ എക്സാമ്പിളാണ് സുക്രോസ്, അതേപോലെ തന്നെ മാൾട്ടോസ്, അതേപോലെ ലാക്ടോസ്. ഇതൊക്കെ എക്സാമ്പിളുകളാണ്. ഇനി മക്കളെ പോളിസാക്കറൈഡ്, ഒരു കാർബോഹൈഡ്രേറ്റിനെ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ ലാർജ് നമ്പർ ഓഫ് മൊണോസാക്കറൈഡ് യൂണിറ്റുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പോളിസാക്കറൈഡ് എന്ന് വിളിക്കുക. ലാർജ് നമ്പറാണ് ഇവിടെ കിട്ടുക. ലാർജ് നമ്പർ കിട്ടുന്നുണ്ടെങ്കിൽ ഇത് പോളിസാക്കറൈഡാ. പോളിസാക്കറൈഡിൻ്റെ എക്സാമ്പിളാണ് സ്റ്റാർച്ച് എന്ന് പറയുന്നത്. അതിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് സെല്ലുലോസ്. അതിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് ഗ്ലൈക്കാജൻ. ഇങ്ങനെ കുറേ എക്സാമ്പിളുകളുണ്ട്. അപ്പോൾ മക്കളെ ഇവിടെ ചോദിച്ചത് പോളിസാക്കറൈഡ് ആണ്. പക്ഷേ ഇത് 3ഉം നമ്മളോട് ചോദിക്കാം. ഹൈഡ്രോളിസിന്റെ ബേസിസിൽ എങ്ങനെയാ ക്ലാസിഫൈ ചെയ്യുന്നത് എന്ന് ചോദിക്കാം. അപ്പം അതിൻ്റെ വിത്ത് എക്സാമ്പിൾ നമ്മൾ പഠിച്ച് സെറ്റായിട്ട് വേണം എക്സാം ഹാളിലേക്ക് പോവാൻ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ കണ്ട ഉടനെ നമുക്ക് ആൻസർ എഴുതാൻ കഴിയണം. യെസ്, നോക്കൂ. നെയിം ദ പ്രോഡക്ട്സ് ഓഫ് ഹൈഡ്രോളിസിസ് ഓഫ് സുക്രോസ്. സുക്രോസിന് ഹൈഡ്രോളിസിസ് നടത്തിയാൽ നമുക്ക് കിട്ടുന്ന മൊണോമറിക് യൂണിറ്റ്സ് ഏതൊക്കെയാ മക്കളെ? സിമ്പിളായി പറഞ്ഞാൽ ഒന്ന് കിട്ടുന്നത് ഗ്ലൂക്കോസ് ആണ്. ഒന്നുകൂടെ കൃത്യമായി പറഞ്ഞാൽ ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോസ് ആണ്. രണ്ടാമത് കിട്ടുന്നത് ഫ്രക്ടോസ് ആണ്. ഒന്നും കൂടെ കൃത്യമായി പറഞ്ഞാൽ ബീറ്റ ഡി മൈനസ് ഫ്രക്ടോസ. സിമ്പിളി പറഞ്ഞാൽ ഗ്ലൂക്കോസും ഫ്രക്ടോസുമാണ് സുക്രോസിനെ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. കാര്യം സുക്രോസ് എന്ന് പറയുന്നത് ഒരു ഡൈസാക്കറൈഡ് ആണ്. അത് 2 മൊണോമറിക് യൂണിറ്റ്സിനെയാണ് തരിക. ഓക്കെ മക്കളെ, അപ്പൊ ഇത് കൃത്യമായി പഠിക്കണേ. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. അടുത്തത് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. നമ്മുടെ ബോഡിയിൽ ഓൾമോസ്റ്റ് 20 അമിനോ ആസിഡുകളുണ്ട്. അതിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. 20 അമിനോ ആസിഡുകളിൽ 10 അമിനോ ആസിഡുകൾ ബോഡി സ്വയം പ്രൊഡ്യൂസ് ചെയ്യുന്ന അമിനോ ആസിഡുകളാണ്. അതാണ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡുകൾ. ബാക്കി 10 അമിനോ ആസിഡ് നമ്മൾ ഫുഡിലൂടെ ഡയറ്റ്സിലൂടെ ബോഡിയിലേക്ക് കൊടുക്കേണ്ട അമിനോ ആസിഡുകളാണ്. മക്കളെ, അതിന് നിങ്ങൾ ഈ 2 ടേബിൾ നിങ്ങൾ അല്ലെങ്കിൽ ഈ 2 കോളംസ് നിങ്ങൾ പഠിക്കുന്നത് നന്നായിരിക്കും. ഏതൊക്കെയാണ് എസെൻഷ്യലായ 10 അമിനോ ആസിഡ്, ഏതൊക്കെയാണ് നോൺ എസെൻഷ്യലായ 10 അമിനോ ആസിഡ് എന്നറിഞ്ഞാലാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയുക. ഇവിടെ ചോദിച്ചത് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് ആരാണ് എന്നാണ്. ഓപ്ഷൻ എ ഗ്ലൈസിൻ. ഗ്ലൈസിൻ ഒരു നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് ആണ്. അത് തന്നെയാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ബാക്കിയുള്ള വാലിൻ ആവട്ടെ, ലൂസിൻ ആവട്ടെ, ലൈസിൻ ആവട്ടെ, അതൊക്കെ എസെൻഷ്യൽ അമിനോ ആസിഡിൽ പെടുന്നതാണ്. അപ്പോൾ ഇത് തിരിച്ചറിയണമെങ്കിൽ ഗ്ലൈസിൻ നോൺ എസെൻഷ്യൽ ആണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ ആരൊക്കെയാണ് എസെൻഷ്യൽ, ആരൊക്കെയാണ് നോൺ എസെൻഷ്യൽ എന്നറിയണം. ബോഡി സ്വയം പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോൺ എസെൻഷ്യൽ, നമ്മൾ ഫുഡിലൂടെ ബോഡിക്ക് കൊടുക്കേണ്ടത് എസെൻഷ്യൽ. ഞാൻ പറയട്ടെ മക്കളെ, ഇതൊന്ന് നോട്ടിലേക്ക് എഴുതിയെടുക്കാൻ ശ്രമിക്കുക, അതൊന്ന് മെമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. പിന്നെ മക്കളെ, ആരാണ് എൻസൈംസ്? എൻസൈംസ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ കാറ്റലിസ്റ്റുകളാണ്. ബയോകെമിക്കൽ പ്രോസസ്സുകളെ കാറ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ സുക്രോസിനെ ഹൈഡ്രോളിസ് ചെയ്ത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്ന പ്രോസസ്സിൽ ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈമിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഗ്ലൂക്കോസിനെ എത്തനോളാക്കി മാറ്റാൻ സൈമേസ് എന്ന് പറയുന്ന എൻസൈമിനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ എൻസൈമുകളാണ്, ബയോളജിക്കൽ കാറ്റലിസ്റ്റുകളാണ്. പിന്നെ ഉള്ളത് നോക്കൂ മക്കളെ, 2 കാര്യങ്ങൾ വൈറ്റമിൻസിൽ പഠിക്കണം. വൈറ്റമിൻസ് പ്രധാനപ്പെട്ട ഒരു ബയോമോളിക്യൂള. അത് 2 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തെ ടൈപ്പ് വാട്ടർ സോലുബിൾ വൈറ്റമിൻ ആണ്. വാട്ടർ സോലുബിൾ വൈറ്റമിൻ ആരാടാ? വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയുമാണ് വാട്ടർ സോലുബിൾ. രണ്ടാമത്തത് ബാക്കിയുള്ളവരൊക്കെ ആരാ? ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ആണ്. ആരാ ഫാറ്റ് സോലുബിൾ? വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ ഒക്കെ ആരാണ്? ഫാറ്റ് സോലുബിൾ. ഇത് നിങ്ങൾ കൃത്യമായിട്ട് അറിയണം. വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും വാട്ടർ സോലുബിൾ ആണ്, ബാക്കിയുള്ളവർ ഫാറ്റ് സോലുബിൾ ആണ്. വൈറ്റമിൻ
ബിയും സിയും വാട്ടർ സോലുബിൾ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ബോഡിയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നില്ല. യൂറിനേഷന്റെ സമയത്തൊക്കെ എക്സ്ട്രീറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ വൈറ്റമിൻ ബിയും സിയും അടങ്ങിയ ഫുഡ് നമ്മൾ റെഗുലർ ആയിട്ട് കഴിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഡെഫിഷ്യൻസി കാരണമുള്ള ഡിസീസസ് ഉണ്ടാവുമെന്നത് ഓർത്ത് വെക്കുക. പിന്നെ എല്ലാ വൈറ്റമിൻസും അതിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്ന ഡിസീസസ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഈ ടേബിൾ മക്കളൊന്ന് നോട്ടിലേക്ക് എഴുതിയെടുക്കുക. എനിക്കുറപ്പാണ് ഇതിൽ കുറേ വൈറ്റമിൻസും അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസസും എൻ്റെ മക്കൾ പഠിച്ചിട്ടുണ്ടാവും, ഉറപ്പാണ്. പക്ഷെ അതിൽ ബാക്കിയുള്ളത് നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും. ഓക്കെ മക്കളെ, യെസ്. അപ്പോൾ ഇവിടെ ചോദിച്ചാൽ എന്താ? നെയിം ദ ഡിസീസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഉണ്ടാക്കുന്ന ഡിസീസ് നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ് എന്ന് നമുക്കറിയുന്നതാണ്. അതറിയണമെങ്കിൽ ഈ ടേബിൾ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ മക്കളെ, യെസ്. അടുത്തത് റൈറ്റ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോട്ടീൻ ഓൺ ദ ബേസിസ് ഓഫ് ദർ മോളിക്കുലാർ ഷേപ്പ്. ഷേപ്പിന്റെ ബേസിസിൽ പ്രോട്ടീൻസിനെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. നിങ്ങൾക്കത് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നെന്താ? ഒന്ന് ഫൈബ്രസ് പ്രോട്ടീൻ ആണ്, രണ്ട് ഗ്ലോബുലാർ പ്രോട്ടീൻ ആണ്. ഗ്ലോബുലാർ മക്കളെ, ഒന്ന് ഫൈബ്രസ് ആണ്, രണ്ട് ഗ്ലോബുലാർ ആണ്. ആരാണ് ഫൈബ്രസ് പ്രോട്ടീൻ? ഫൈബ്രസ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഇങ്ങനെ പാരലായിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഫൈബർ പോലെ ഫോം ചെയ്യുന്ന പ്രോട്ടീൻസിനെയാണ് ഫൈബ്രസ് പ്രോട്ടീൻ എന്ന് വിളിക്കുക. പോളിപെപ്റ്റൈഡ് ചെയിൻ കോയിൽ ചെയ്ത് ഒരു സ്ഫെറിക്കൽ ഷേപ്പിലേക്ക് വരുന്ന പ്രോട്ടീൻസിനെയാണ് നമ്മൾ ഗ്ലോബുലാർ പ്രോട്ടീൻസ് എന്ന് വിളിക്കുക. അതായത് പോളിപെപ്റ്റൈഡ് ചെയിൻ പാരലായിട്ട് അറേഞ്ച് ചെയ്ത് ഫൈബർ പോലെ ഉണ്ടാവുന്നത് ഫൈബ്രസ്, പോളിപെപ്റ്റൈഡ് ചെയിൻ കോയിൽ ചെയ്ത് ടേൺ ചെയ്ത് ഒരു സ്ഫെറിക്കൽ ഷേപ്പിലേക്ക് വരുന്നത് ഗ്ലോബുലാർ പ്രോട്ടീൻസ്. ഇനി മക്കളെ, ഫൈബ്രസ് പ്രോട്ടീൻ വാട്ടർ ഇൻസോലുബിൾ ആണ്, വാട്ടറിൽ ഡിസോൾവ് ചെയ്യില്ല. എന്നാൽ ഗ്ലോബുലാർ പ്രോട്ടീൻ വാട്ടറിൽ സോലുബിൾ ആണ്. ആരാടാ മക്കളെ? വാട്ടറിൽ സോലുബിൾ ആണ്. കൃത്യമായി മനസ്സിലാക്കുക. ഇനി ഇവരുടെ എക്സാമ്പിളുകൾ അറിയണം. ആരാ മക്കളെ ഫൈബ്രസിൻ്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ സ്കിന്നിലും ഹെയറിലൊക്കെ കാണുന്ന കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ, അതേപോലെ മസിൽസിലൊക്കെ കാണുന്ന മയോസിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ. ഓക്കെ, ഇനി മക്കളെ ഗ്ലോബുലാറിൻ്റെ എക്സാമ്പിൾ ആണ് അൽബുമിൻ എന്താണ്? ഒരു ഗ്ലോബുലാർ പ്രോട്ടീൻസാ. അതേപോലെ നമ്മുടെ ഹിമോഗ്ലോബിൻ ഇല്ലടാ, ബ്ലഡിലുള്ള ഹീമോഗ്ലോബിൻ അതൊരു ഗ്ലോബുലാർ പ്രോട്ടീനിൻ്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ എന്താണ് ഫൈബ്രസ്, എന്താണ് ഗ്ലോബുലാർ? ആരാ വാട്ടറിൽ സോലുബിൾ, ആരാ ഇൻസോലുബിൾ? രണ്ടിൻ്റെയും എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു. കാരണം ഇത് നിങ്ങൾ എക്സാമിന് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ 3 പോയിന്റ് പഠിച്ചാൽ മതി. എക്സ്പെക്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾ പഠിക്കാൻ മറന്നു പോകരുതേ. ഒരു എക്സാമ്പിൾ എങ്കിലും നിങ്ങൾ രണ്ടിലും പഠിക്കണം കേട്ടോ. യെസ്. അടുത്തത് വാട്ട് ഡു യു മീൻ ബൈ ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ? നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അതായത് നമ്മുടെ ബോഡിയിൽ ഓരോ പ്രോട്ടീൻസിനും കൃത്യമായ ഫങ്ഷൻസ് നിർവഹിക്കാനുണ്ട്. മക്കളെ, ഈ പ്രോട്ടീൻസിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിലേക്ക് നമ്മൾ ആസിഡ് ഒക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ആ പ്രോട്ടീൻസിന് ഡിസ്ട്രക്ഷൻ സംഭവിക്കും. ആ പ്രോട്ടീൻസ് ഇനാക്റ്റീവ് ആവും. ആ പ്രോട്ടീൻസിന് പിന്നെ അതിൻ്റെ ഫങ്ഷൻ നിർവഹിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ആ പ്രോസസ്സിനെയാണ്, അതായത് ആ പ്രോട്ടീൻസിനെ നശിപ്പിക്കുന്ന, അതിനെ ഇനാക്റ്റീവ് ആക്കുന്ന ബൈ ഹീറ്റിംഗ് ആൻഡ് അഡിഷൻ ഓഫ് ആസിഡിലൂടെ ഇനാക്റ്റീവ് ആക്കുന്ന പ്രോസസ്സാണ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. നമ്മുടെ എഗ്ഗ് ബോയിൽ ചെയ്യുന്ന സമയത്ത്, മിൽക്ക് കേടാവുന്ന സമയത്തൊക്കെ ചെറിയ രൂപത്തിലുള്ള ഡീനാച്ചുറേഷൻ പ്രോട്ടീൻസിന് സംഭവിക്കുന്നുണ്ട് എന്ന കാര്യം കൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എക്സാമിന് ചോദിക്കുന്നതാണ്. അടുത്തത് മക്കളെ, ഡിഫറൻസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA. ഒരു 2 ഡിഫറൻസ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് മക്കളെ. ഇത് ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡും ഇത് റൈബോന്യൂക്ലിക് ആസിഡുമാണ് എന്ന് നിങ്ങൾക്കറിയാം. ആ പേരിൽ തന്നെ അതുണ്ട്. അത് നിങ്ങൾക്ക് ഡിഫറൻസ് ആയിട്ട് എഴുതാം. 2 ഇവിടെയുള്ള ബേസുകൾ ഏതൊക്കെയാടാ? അഡിനിനുണ്ട്, ഗ്വാനിനുണ്ട്, തൈമിനുണ്ട്, സൈറ്റോസിനുണ്ട്. എന്നാൽ ഇവിടെ അഡിനിനും ഗ്വാനിനും ഉണ്ട്. പക്ഷെ തൈമിന് പകരം യുറാസിലാണ് എന്ന കാര്യം നിങ്ങൾക്ക് അറിയുന്നതാണ്.
ഇനി DNA-ക്ക് എന്ത് പോസിബിൾ ആണ്? റെപ്ലിക്കേഷൻ പോസിബിൾ ആണ്. റെപ്ലിക്കേഷൻ പോസിബിളാ, ഇവിടെ അത് പോസിബിൾ അല്ല. DNA പൊതുവെ എന്താണ്? ഡബിൾ സ്ട്രാൻഡഡ് ആണ്. ഡബിൾ സ്ട്രാൻഡഡ് ആണ് ആര്? നമ്മുടെ DNA. എന്നാൽ RNA എന്താണ്? സിംഗിൾ സ്ട്രാൻഡഡ് ആണ്. നമ്മുടെ DNA-യുടെ ഫങ്ഷൻ ഹെറിഡിറ്ററി ആണ്. ഹെറിഡിറ്ററി ഫങ്ഷനാണ് നിർവഹിക്കാനുള്ളത്. എന്നാൽ RNA-യുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസ് ആണ്. പ്രോട്ടീൻ സിന്തസിസ് ആണ് എന്നറിയാം. ഒരു 2 ഡിഫറൻസ് എങ്കിലും വളരെ കൃത്യമായി DNA-യുടെയും RNA-യുടെയും നമ്മൾ പഠിക്കണം. ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. എക്സാമിന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ കഴിയണമെങ്കിൽ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. മക്കളെ, ഇത് നോട്ടിലേക്ക് എഴുതി വെക്കുക. ഒരു 2-3 നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, യെസ്. അടുത്തത് ഐഡന്റിഫൈ പെപ്റ്റൈഡ് ബോണ്ട്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, CONH ബോണ്ടിനെയാണ് പെപ്റ്റൈഡ് ബോണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഒലിഗോസാക്രൈഡ് ആരാണ് എന്ന് നമ്മൾ പറഞ്ഞു. മക്കളെ, ആരാടാ ഗ്ലൈക്കോജൻ? ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞാൽ അനിമൽ സ്റ്റാർച്ച് ആണ്. അനിമൽ സ്റ്റാർച്ചിനെയാണ് നമ്മൾ ഗ്ലൈക്കോജൻ എന്ന് പറയുക. നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന എക്സസ് ആയിട്ടുള്ള ഷുഗറിനെ, ഗ്ലൂക്കോസിനെ ബോഡി സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഗ്ലൈക്കോജൻ്റെ ഫോമിലാണ് എന്ന കാര്യവും നമുക്കറിയാം. അനിമൽ സ്റ്റാർച്ച് ആണ് എന്നത് മറക്കാതിരിക്കുക. മക്കളെ, സ്റ്റാർച്ചിലുള്ള കമ്പോണൻ്റ് എന്താ? അത് ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോസ് ആണ്. ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോസ് ആണ് സ്റ്റാർച്ചിൽ അടങ്ങിയിട്ടുള്ള കമ്പോണന്റ് എന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത് ക്ലാസിഫൈ മോണോ ഡൈ. റൈബോസ് മോണോസാക്രൈഡ്, ഫ്രക്ടോസ് മോണോസാക്രൈഡ്, മാൾട്ടോസ് ഡൈസാക്രൈഡ്, സുക്രോസ് ഡൈസാക്രൈഡ്. നേരത്തെ നമ്മൾ മോണോ ഡൈ പോളിയുടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും. അടുത്തത് എങ്ങനെയാ മക്കളെ സ്റ്റാർച്ചും ഗ്ലൈക്കോജനും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് അനിമൽസിൽ ഉണ്ടാവുന്ന അനിമൽ സ്റ്റാർച്ച് ആണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ സ്റ്റാർച്ച് എന്ന് പറയുന്നത് പ്ലാന്റ്സിൽ എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നതാണ്. എന്തെന്ന് പറയുന്നത്? സ്റ്റാർച്ച്. സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ സ്റ്റാർച്ചിനെ കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാം. ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോസ് ആണ്. 2 കമ്പോസിഷൻ ആണുള്ളത്. ഒന്ന് അമൈലോസ് ആണ്, 2 അമൈലോ പെക്റ്റിൻ ആണ്. അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിട്ടോ മക്കളെ. അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നതല്ല, വേണമെങ്കിൽ ഒന്ന് പറയാം. ഒന്നാരാണ്? അമൈലോസ്. സ്റ്റാർച്ചിൽ 2 ആളുകളാണുള്ളത്. ഒന്ന് അമൈലോസ് ആണ്, 2 അമൈലോ പെക്റ്റിൻ ആണ്. 3 പോയിന്റുകൾ അറിഞ്ഞിരിക്കുക. അമൈലോസ് എന്ന് പറഞ്ഞാൽ സ്റ്റാർച്ചിൻ്റെ 15 മുതൽ 20% ആണുള്ളതെങ്കിൽ അമൈലോസ് 80 to 85%. ഇവിടെ മക്കളെ ലീനിയർ ചെയിൻ പോളിമർ ആണെങ്കിൽ ഇവിടെ ബ്രാഞ്ചഡ് ചെയിൻ പോളിമറാണ്. ബ്രാഞ്ചഡ് ചെയിൻ പോളിമറാണ്. അമൈലോസ് വാട്ടറിൽ സോലുബിൾ ആണെങ്കിൽ അമൈലോ പെക്റ്റിൻ ഇൻസോലുബിൾ ആണ്. ഇതും എക്സാമിന് ചോദിക്കാറുണ്ട്. സ്റ്റാർച്ചിൻ്റെ 2 കമ്പോണൻസ് അമൈലോസും അമൈലോ പെക്റ്റിനും തമ്മിലുള്ള ഡിഫറൻസ് അറിയണം. ഇനി മക്കളെ, നമ്മുടെ ബോഡിയിലുള്ള ഗ്ലൂക്കോസ് ലെവൽ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നത് 2 ഹോർമോണുകളുടെ കൃത്യമായ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് വഴിയാണ്. ആരാ 2 ഹോർമോൺ? ഒന്ന് ഇൻസുലിനാണ്, 2 ഗ്ലൂക്കഗോണാണ്. മറക്കല്ലേ, ഒന്ന് ഇൻസുലിനാണ്, 2 ഗ്ലൂക്കഗോണാണ്. അടുത്തത് പോളിസാക്രൈഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പോളിസാക്രൈഡ് എന്ന് പറയുന്നത് സ്റ്റാർച്ച് ആണ്. സ്റ്റാർച്ച് നമ്മൾ ഓർത്തു വെക്കുക. ഡൈസാക്രൈഡിൻ്റെ എക്സാമ്പിൾ പറഞ്ഞതാണ് സുക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ്. ഇൻവേർട്ട് ഷുഗർ. വാട്ട് ഈസ് ഇൻവേർട്ട് ഷുഗർ? നിങ്ങൾക്കറിയാം, സുക്രോസ് എന്ന് പറഞ്ഞാൽ C12H22O11 ആണ്. അതിനെ നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ, നോക്കൂ, ഇത് സുക്രോസ് ആണ്. സുക്രോസിനെ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ C6H12O6 പ്ലസ് C6H12O6 ആണ് ഉണ്ടാവുക. ഇതാരാണ്? ഇത് ഗ്ലൂക്കോസ്. ഇതാരാണ്? ഫ്രക്ടോസ്. മറക്കരുതേ മക്കളെ,
ഒന്ന് ഗ്ലൂക്കോസ് ആണ്, രണ്ട് ഫ്രക്ടോസ് ആണ്. അപ്പോൾ സൂക്രോസിൻ്റെ പ്രത്യേകത എന്താ? സൂക്രോസിൻ്റെ പ്രത്യേകത അത് ഡെക്സ്ട്രോസ് ആണ്. എന്നാൽ ഗ്ലൂക്കോസ് ഡെക്സ്ട്രോസ് ആണ്. എന്നാൽ ഫ്രക്ടോസ് ലീവോസ് ആണ്. ലീവോസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്കാണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യുക. ഡെക്സ്ട്രോസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. പക്ഷേ ഡെക്സ്ട്രോസ് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫ്രക്ടോസ് ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സുക്രോസ് ആക്ച്വലി പോസിറ്റീവ് ചാർജുള്ള പോസിറ്റീവ് സൈനുള്ള ഡെക്സ്ട്രോസാ. പക്ഷെ അതിന് ഹൈഡ്രോളിസിസ് നടത്തുന്ന സമയത്ത് അതിൻ്റെ സൈന് നെഗറ്റീവായിട്ട് മാറുന്നുണ്ട്. ആക്ച്വലി പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, പക്ഷെ കൂടുതൽ നെഗറ്റീവ് ആയതുകൊണ്ട്, കൂടുതൽ ലീവോ റൊട്ടേറ്ററി ആയതുകൊണ്ട് ഓവറോൾ നമ്മൾ പറയും എന്താണ്? ലീവോ റൊട്ടേറ്ററി ആണ്, നെഗറ്റീവ് ആണ് എന്നാ പറയുക. അപ്പോൾ ഈ പ്രോസസ്സിനെ, അതായത് സുക്രോസിനെ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈന് മാറുന്നത് കൊണ്ട്, ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയിൽ ചേഞ്ച് സംഭവിക്കുന്നത് കൊണ്ട് ഈ റിയാക്ഷനെ നമ്മൾ ഇൻവേർഷൻ ഓഫ് സുക്രോസ് എന്ന് പറയാറുണ്ട്. ഇൻവേർഷൻ ഓഫ് സുക്രോസ് കഴിഞ്ഞ് കിട്ടുന്ന ഷുഗറിനെയാണ് ഇൻവേർട്ട് ഷുഗർ എന്ന് പറയുക. അപ്പോൾ ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയുമാണ് നമ്മൾ ഇൻവേർട്ട് ഷുഗർ എന്ന് വിളിക്കുന്നത് എന്ന കാര്യം മക്കളെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. അടുത്തത് മക്കളെ, ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ എന്താ? ഗ്ലൂക്കോസിൽ 6 കാർബണാണ് ഉള്ളത്. 4, 5, 6. ഒന്നാമത്തെ കാർബൺ ആറ്റം CHO ആണ്. മൂന്നാമത്തെ കാർബണിൻ്റെ ലെഫ്റ്റിൽ OH, റൈറ്റിൽ H. അവസാനത്തെ കാർബണിൻ്റെ CH2OH. ഫസ്റ്റ് CHO, ലാസ്റ്റ് CH2OH. 3 ലെഫ്റ്റിൽ OH, റൈറ്റിൽ H. ബാക്കിയുള്ളതൊക്കെ ലെഫ്റ്റിൽ H ആണ്, റൈറ്റിൽ OH ആണ്. ലെഫ്റ്റിൽ H ആണ്, റൈറ്റിൽ OH ആണ്. ലെഫ്റ്റിൽ H, റൈറ്റിൽ OH. ഓക്കെ. ഇനി മക്കളെ, ഫസ്റ്റ് കാർബണിൽ CHO അല്ലേ? ആരായി CHO? CHO എന്ന് പറഞ്ഞാൽ C ഡബിൾ ബോണ്ട് OH. ഒന്നെങ്കിൽ H ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ അവിടെ കൊടുക്കാം, എവിടെ വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഇതാണ് പരിപാടി. മനസ്സിലാവാൻ വേണ്ടി നമ്പർ ചെയ്യാണ്. 3, 4, 5, 6 കാർബണിന് നമ്പർ കൊടുത്തതാണ്. ഇതാണ് ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ആരാ? ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഇതിന് എപ്പോഴാണ് മക്കളെ സൈക്ലിക് ആവുക? 5ാമത്തെ കാർബൺ ആറ്റത്തിലുള്ള OH ഒന്നാമത്തെ കാർബണുമായി ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുക? ഇതിന് സൈക്ലിക് സ്ട്രക്ചർ ഉണ്ടാവുക. 2 സൈക്ലിക് സ്ട്രക്ചർ ഗ്ലൂക്കോസിനുണ്ട്. ഏതാണെന്നറിയോ? നോക്കണേ, ഇതേപോലെ തന്നെ 1, 2, 3, 4, 5, 6. സംഭവം ഇതാണ്. ഒന്നാമത്തെ കാർബണിൽ ലെഫ്റ്റിൽ H ഉണ്ട്, അത് റൈറ്റിൽ വരാൻ കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ലെഫ്റ്റിൽ എഴുതിയത് കൊണ്ട് ഈ OHനെ നമുക്ക് റൈറ്റിലേക്ക് കൊടുത്തു. ഇനി ലെഫ്റ്റിൽ H, റൈറ്റിൽ OH. മൂന്നാമത്തെ കാർബണിൻ്റെ ലെഫ്റ്റിൽ OH, റൈറ്റിൽ H. 4ാമത്തെ കാർബൺ HOH. 5ാമത്തെ കാർബൺ ലെഫ്റ്റിൽ H ഉണ്ട്, റൈറ്റിൽ OH മുകളിലേക്ക് പോയി. 6ൽ CH2OH. ഇനി മക്കൾ മനസ്സിലാക്കേണ്ടത്, ഈ കാർബൺ ഓൾറെഡി 3 ബോണ്ട് വന്നു. ഇനി ഡബിൾ ബോണ്ട് O പറ്റില്ല, സിംഗിൾ ബോണ്ടേ പറ്റുള്ളൂ. അപ്പോൾ സിംഗിൾ ബോണ്ടഡ് O ആവും. ഓക്സിജന്റെ 2ാമത്തെ വാലൻസി നേരെ ഈ കാർബണിലേക്ക് പോകും. ഓക്കെ, ഇതാരാന്നറിയോ? ഇത് ആൽഫ. സോറി, ഇവിടെ ആൽഫ എന്ന് വേണ്ട, ഇവിടെ ഡി പ്ലസ് ഗ്ലൂക്കോസ് എന്ന് മതി. ഇവിടെയാണ് ആൽഫ കൊടുക്കേണ്ടത്. ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോസ്. ഓക്കെ, എപ്പോഴാണ് ആൽഫ കൊടുക്കുക? ഈ സൈക്ലിക് സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസിന്റെ ഒന്നാമത്തെ കാർബണിൽ ലെഫ്റ്റിൽ Hഉം റൈറ്റിൽ OHഉം ആണെങ്കിൽ അതാണ് ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോസ്. ഇനി 2ാമത്തെ ബീറ്റ ഡി പ്ലസ് ഗ്ലൂക്കോസ് എന്താണെന്നറിയോ? അതേ സാധനം. ഒന്നാമത്തെ കാർബണിലെ ലെഫ്റ്റിൽ Hഉം റൈറ്റിൽ OH ഉള്ളത് തിരിച്ചിടുക, വേറെ ഒരു വ്യത്യാസവും ഇല്ല. നോക്ക്, 1, 2, 3, 4, 5, 6. ലെഫ്റ്റിൽ OH, റൈറ്റിൽ HOH. ലെഫ്റ്റിൽ OH, റൈറ്റിൽ H. മൂന്നാമത്തെ കാർബൺ അങ്ങനെയാണല്ലോ. HOH. അതേപോലെ CH2OH. ഇവിടെ സിംഗിൾ ബോണ്ട് O, 2ാമത്തെ ഇങ്ങോട്ട് പോയി. അപ്പോൾ ഒന്നാമത്തെ കാർബൺ ലെഫ്റ്റിൽ OH, റൈറ്റിൽ H ആണെങ്കിൽ അത് ബീറ്റ ഡി പ്ലസ് ഗ്ലൂക്കോസ് ആണ്. ഇതാണ് മക്കളെ നമ്മുടെ എന്താ പറയുക, ഗ്ലൂക്കോസിൻ്റെ 2 സൈക്ലിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോസും ബീറ്റ ഡി പ്ലസ് ഗ്ലൂക്കോസും. ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോസും ബീറ്റ ഡി പ്ലസ് ഗ്ലൂക്കോസും തമ്മിലുള്ള ഒരേ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാർബണിലുള്ള Hൻ്റെയും OHൻ്റെയും ഓറിയൻറ്റേഷനിലുള്ള മാറ്റമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ വിളിക്കുന്ന പേര്
അനോമേഴ്സ് എന്നാണ്. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോസും ബീറ്റ ഡി മൈനസ് ഗ്ലൂക്കോസും ആരാണ്? അനോമേഴ്സ്. അവരെ നമ്മൾ അനോമേഴ്സ് എന്നാ പറയാ, മറക്കരുത്. ഡിഫറൻസ് ബിറ്റ്വീൻ ന്യൂക്ലിയോസൈഡ് ആൻഡ് ന്യൂക്ലിയോടൈഡ്. മക്കളെ, ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ പെൻറ്റോസ് ഷുഗറിൻ്റെ കൂടെ ആരാ വരുന്നത്? നൈട്രജൻ കണ്ടെയ്നിങ് ബേസ് വന്നാൽ അത് ന്യൂക്ലിയോസൈഡായി. മക്കളെ, ആരാ ന്യൂക്ലിയോടൈഡ്? ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോസൈഡിൻ്റെ കൂടെ ആരാ ന്യൂക്ലിയോസൈഡ്? പെൻറ്റോസ് ഷുഗർ ഉണ്ട്, അതിൽ നൈട്രജൻ ബേസ് ഉണ്ട്. അതിൻ്റെ കൂടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫോസ്ഫോറിക് ആസിഡ് കൂടെ വന്നാൽ, ന്യൂക്ലിയോസൈഡിൻ്റെ കൂടെ ഫോസ്ഫേറ്റ് അഥവാ ഫോസ്ഫോറിക് ആസിഡ് കൂടെ വന്നാൽ അതിനെ വിളിക്കുന്ന പേരാ ന്യൂക്ലിയോടൈഡ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ അത് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് പഠിക്കണം. അടുത്തത് ഡീനാച്ചുറേഷൻ നമ്മൾ പറഞ്ഞു. മാച്ച് ദ ഫോളോയിങ്. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണമല്ലേ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവുക. ഈ ചാപ്റ്ററിന് മാച്ച് ദ ഫോളോയിങ് ഉണ്ടാവാറുണ്ട്. സ്റ്റാർച്ച് എന്ന് പറയുന്നതിലാണല്ലോ അമൈലോസും അമൈലോപെക്റ്റിനും ഉള്ളത്. അൽഡോ ഹെക്സോസ് ആണല്ലോടാ ഗ്ലൂക്കോസ് ആണ്, അതിൽ ആൽഡിഹൈഡ് ഉണ്ട്, 6 കാർബൺ ഉണ്ട്. നമ്മുടെ സൈമേസും ഇൻവെർട്ടേസും ഒക്കെ ആരാണ്? എൻസൈമാണ്. നമുക്കറിയണം. അടുത്തത് ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഫ്രം സ്റ്റാർച്ച്. മക്കളെ, സ്റ്റാർച്ചിൻ്റെ ഫോർമുല എന്താ? C6H10O5. ഇതാണ് സ്റ്റാർച്ച് എന്ന് പറയുന്നത്. ഇത് എത്ര എണ്ണം എടുക്കണം? N നമ്പർ എടുക്കണം. കാര്യം സ്റ്റാർച്ച് എന്ന് പറയുന്ന ഒരു പോളിമറ, ലാർജ് നമ്പർ ഓഫ് മോണോമർ ഉണ്ടാവും. ഇതിലേക്ക് നമ്മൾ N നമ്പർ ഓഫ് H2O ആണ് ആഡ് ചെയ്യേണ്ടത്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രസൻസിലാണ്, 393 കെൽവിനിലാണ്, 1 to 2 ബാർ പ്രഷറിലാണ്. എന്താ സംഭവിക്കുക എന്നറിയോ? N നമ്പർ ഓഫ് C6H12O6 അഥവാ ഗ്ലൂക്കോസ് ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിപ്പറേഷൻ ഓഫ് ഗ്ലൂക്കോസ് ഫ്രം സ്റ്റാർച്ച് എന്ന് പറയുന്നത്, മറക്കരുത്. ഓക്കെ. സജസ്റ്റ് ടു യൂസസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റിൻ്റെ യൂസ് എന്താ? അത് സെല്ലുലോസ് പ്ലാന്റ്സിൽ സ്ട്രക്ചറൽ മെറ്റീരിയൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സ്ട്രക്ചറൽ മെറ്റീരിയൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് സ്ട്രെങ്തനിങ് നൽകാൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താ പറയുക? ഗ്ലൈക്കോജൻ അനിമൽ സ്റ്റാർച്ച് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ് എനർജി റിസർവോയർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് കാർബോഹൈഡ്രേറ്റുകൾക്കുണ്ട്. ഇനി മക്കളെ, പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ കൃത്യമായി പഠിക്കണം. അതായത് ഡിഫറെൻ്റ് അമിനോ ആസിഡ്സ് സീക്വൻഷ്യലായിട്ട് അറേഞ്ച് ചെയ്തതാണ് പ്രോട്ടീൻസിൻ്റെ പ്രൈമറി സ്ട്രക്ചർ, സീക്വൻഷ്യൽ അറേഞ്ച്മെൻറ്റ്. ഇനി ആ പ്രൈമറി സ്ട്രക്ചർ ഫോൾഡ് ചെയ്തിട്ട് ആൽഫ ഹെലിക്സ് സ്ട്രക്ചറോ ബീറ്റ പ്ലേറ്റഡ് ഷീറ്റ് സ്ട്രക്ചറോ ആവുന്നതാണ് സെക്കൻഡറി സ്ട്രക്ചർ. അപ്പോൾ ഫോൾഡിങ് ഓഫ് പെപ്റ്റൈഡ് ചെയിൻ എന്ന് പറയാം. ടെർഷ്യറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ഒന്നുകൂടെ ഫോൾഡ് ചെയ്തിട്ട് കിട്ടുന്ന കംപ്ലീറ്റ് 3 ഡയമെൻഷണൽ സ്ട്രക്ചറാണ് ടെർഷ്യറി. അത് ഫൈബ്രസോ ഗ്ലോബുലാറോ ആയി മാറാം. ഫൈബ്രസോ ഗ്ലോബുലാറോ ആയിട്ടാണ് കാണപ്പെടുക. ഇനി ഒരു പ്രോട്ടീനിലുള്ള എല്ലാ സബ് യൂണിറ്റുകളും കൂടെ ചേർന്നതാണ് അതിൻ്റെ ക്വാർട്ടർണറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് അറിയണം. പ്രോട്ടീൻ്റെ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൻഡ് ക്വാർട്ടർണറി സ്ട്രക്ചർ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പഠിക്കാതെ പോവരുത്. മക്കളെ, നമ്മൾ ഗ്ലൂക്കോസിനെ ബ്രോമിൻ വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്താൽ ഓക്സിഡൈസ് ചെയ്തിട്ട് ഗ്ലൂക്കോണിക് ആസിഡ് ആണ് ഉണ്ടാവുക. ഇനി ഗ്ലൂക്കോസിനെ HIയുമായി പ്രൊലോങ്ഡ് ഹീറ്റിംഗ് നടത്തിയാൽ നോർമൽ ഹെക്സൈൻ ആണ് ഉണ്ടാവുക, അറിയേണ്ടതുണ്ട്. പിന്നെ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സ്ട്രക്ചർ പറഞ്ഞല്ലോ. അതായത് എന്താ പ്രൈമറി എന്ന് പറഞ്ഞാൽ നമ്മുടെ അമിനോ ആസിഡിൻ്റെ സീക്വൻഷ്യൽ അറേഞ്ച്മെൻറ്റ്. എന്താ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ അത് ഫോൾഡ് ചെയ്തിട്ട് ആൽഫ ഹെലിക്സ് ആയിട്ട് മാറുക, അല്ലെങ്കിൽ ബീറ്റ പ്ലേറ്റഡ് ഷീറ്റ് ആയിട്ട് മാറുക. എന്താ ടെർഷ്യറി എന്ന് പറഞ്ഞാൽ അതൊന്നുകൂടെ ടേൺ ചെയ്ത് ഒന്നെങ്കിൽ ഫൈബ്രസ് അല്ലെങ്കിൽ ഗ്ലോബുലാർ ആയിട്ട് മാറുക. എന്താ ക്വാർട്ടർണറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് സബ് യൂണിറ്റുകൾ ഉണ്ടാവും. ഇങ്ങനെ
ഇങ്ങനെയുള്ള ഒരുപാട് സബ് യൂണിറ്റുകൾ ഉണ്ടാവും. ഇങ്ങനെ പ്രോട്ടീനിലുള്ള എല്ലാ സബ് യൂണിറ്റുകളും കൂടെ ചേർന്നുള്ള അവസാനത്തെ സ്ട്രക്ചറാണ് ക്വാട്ടർണറി സ്ട്രക്ചർ. കൃത്യമായി നമ്മളത് പഠിക്കുക. അപ്പോൾ മക്കളെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ മക്കൾ നിർബന്ധമായും പഠിക്കേണ്ടതാണ്. കൃത്യമായി പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുക. കെമിസ്ട്രിയിൽ നിങ്ങൾ ഫുൾ മാർക്കിലേക്ക് എത്തിക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. സോ ഒരു ടെൻഷനും വേണ്ട. ഓക്കെ, ബൈ.